ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ ഹൈഡൽ ടൂറിസം വകുപ്പ് നടത്തിവന്ന ബോട്ടിംഗ് നിരോധിച്ചിട്ട് 2.5 വർഷം. അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. 2023 ജൂലൈ 14 ഹൈക്കോടതി ആനയിറങ്കലിലെ ബോട്ടിംഗ് നിരോധിച്ചിരുന്നു. നിലവിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബോട്ടുകളാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. ചിന്നക്കനാൽ മേഖലയിലെ മനുഷ്യ-വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ബോട്ടിംഗ് നിർത്തിവെക്കണമെന്നായിരുന്നു പരിശോധനയ്ക്കെത്തിയ വിദഗ്ധ സമിതിയുടെ ശുപാർശ. 2023 ഏപ്രിൽ 29 അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കാട് കടത്തിയെങ്കിലും ബോട്ടിംഗ് നിരോധനം നീക്കാൻ നടപടിയുണ്ടായില്ല. ഡീസൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുമെന്നും ബോട്ടിന്റെ ശബ്ദം വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുമെന്നുമായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി ഹൈക്കോടതിക്ക് ശുപാർശ നൽകുകയും കോടതി ബോട്ടിംഗ് നിരോധിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിയൂവെന്നാണ് സർക്കാർ നിലപാട്. ബോട്ടിംഗ് പുനരാരംഭിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈഡൽ ടൂറിസം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പരിഗണിക്കുന്നത് വൈകുകയാണ്. കേസ് നടത്തിപ്പിൽ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ബോട്ടിംഗ് നിരോധനം നീക്കാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഈ ബോട്ടിംഗ് സംവിധാനം നിർത്തിവെച്ചത് മൂലം ഗവൺമെന്റിന് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പുറയിൽ കാണുന്ന സ്പീഡ് ബോട്ട് അടക്കം, ഫാമിലി ബോട്ട് അടക്കം കോടാനുകോടി രൂപയുടെ സ്വത്താണത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പിരിച്ചെടുത്ത് മേടിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ് ആസ്തികളാണ്. ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊന്ന് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകാം എന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ 50ഓളം പ്രാദേശികപരമായിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം. പക്ഷേ ഈ ബോട്ട് ഇവിടെ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ പൊന്മുടി ഡാമിലേക്കോ മാട്ടുപ്പെട്ടി ഡാമിലേക്കോ അല്ലെങ്കിൽ തേക്കടിയിലേക്കോ കൊണ്ടുപോകാമെന്നവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാദേശികപരമായിട്ടുള്ള ആളുകൾ അത് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് കൊണ്ടുപോയാൽ എന്നേക്കുമായി ഈ ബോട്ടിംഗ് സംവിധാനം നിന്നുപോകും എന്നുള്ള ഒരു ധാരണയാണ് ജനങ്ങൾക്കുള്ളത്. ആനയിറങ്കലിലെത്തുന്ന സഞ്ചാരികളും ബോട്ടിംഗ് ഇല്ലാത്തതിനാൽ നിരാശരായി മടങ്ങുകയാണ്. நல்ல வியூ இருக்குது, நாங்கள் எக்ஸ்பெக்ட் பண்ண மாதிரி இருக்குது. என்னன்னா வந்தோடனே போட்டிங் இருக்கான்னு கேட்டோம். அவங்க இன்னும் 1 month ஆகுன்ற மாதிரி சொன்னாங்க. அதான் போட்டிங் இருந்தா இன்னும் பெட்டரா இருந்திருக்கும். ஏன்னா ஃபேமிலியோட வந்திருக்கும் போது போட்டிங் இருந்தா இன்னும் நல்லா என்ஜாய் பண்ண முடியும். ஆமா, நல்லா பார்த்துருக்கலாம், சுற்றி பார்த்துருந்துருக்கலாம். നിലവിൽ ലക്ഷങ്ങൾ മുടക്കി ഹൈഡൽ ടൂറിസം വകുപ്പ് ആനയിറങ്കലിൽ എത്തിച്ച ബോട്ടും അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം നശിച്ചു കഴിഞ്ഞു. ആനയിറങ്കൽ ഡാമിൽ ഈ ബോട്ട് സർവീസ് നടത്താനുള്ള സാധ്യതകളും വകുപ്പ് പരിശോധിച്ചു വരികയാണ്. ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗ് പുനരാരംഭിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.